നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായമാണ് ക്ഷേമ പെൻഷൻ. നമ്മുടെ വീട്ടിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുണ്ടോ, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുണ്ടോ, അല്ലെങ്കിൽ പ്രായഭേദമന്യേ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുണ്ടോ, മാസം ലഭിക്കും 2000 രൂപ. ഇത് പല ആളുകൾക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സഹായം ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്നുണ്ട്. നിലവിൽ 64 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ പല ആളുകൾക്കും പല കാരണം കൊണ്ടും ലഭിക്കുന്നില്ല. ഇപ്പോൾ 2000 രൂപ ലഭിക്കുന്നത് 2 മാസം കഴിയുമ്പോൾ 2200 ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഘട്ടം ഘട്ടങ്ങളായി 3000 എത്തും. അപ്പോൾ ഈ ആനുകൂല്യം കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അപേക്ഷ വെക്കണം. കാലാകാലങ്ങളിലായി മസ്റ്ററിംഗ്, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. പെൻഷൻ വാങ്ങുന്ന ആളുകളും ഇതുവരെ ലഭിക്കാത്ത അർഹതയുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ. വിവിധ ഇനങ്ങളിലായി 64 ലക്ഷത്തോളം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക്, അത് കുട്ടികളാണ് എങ്കിൽ പോലും 2000 രൂപ മാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് വിധവാ പെൻഷനും, 50 വയസ്സ് കഴിഞ്ഞും വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും ലഭിക്കുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സംസ്ഥാനത്തെ 1 ലക്ഷം രൂപയ്ക്ക് താഴെയോ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡിന്റെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും 2000 രൂപ ക്ഷേമ പെൻഷന് അർഹതയുണ്ട്. നിലവിൽ ലഭിക്കുന്ന ആളുകൾക്ക് തുടർന്നും ലഭിക്കുന്നതിന് വാർഷിക മസ്റ്ററിംഗ് ഉണ്ട്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണമുണ്ട്. സ്ത്രീകൾ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന ആളുകൾക്ക് പുനർവാഹിതയല്ല എന്നുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ലാത്ത ആളുകൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുകയും വേണം. 1 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള, വീട്ടിൽ അത്യാധുനിക ആഡംബര സൗകര്യങ്ങൾ ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന, സ്വന്തമായി 4 ചക്ര വാഹനം 1000 cc മുകളിലുള്ള 4 ചക്ര വാഹനം ഇല്ലാത്തവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 2 ഏക്കറിലധികം ഭൂമി, വീട്ടിൽ AC ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഇവയൊന്നും ഉണ്ട് എങ്കിൽ അപേക്ഷിക്കേണ്ടതില്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഫീൽഡ് തലങ്ങളിലേക്ക് നടത്തുന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അർഹതയില്ല എന്ന് കണ്ടെത്തിയാൽ അവർക്ക് പെൻഷൻ അനുവദിച്ച് കിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത എല്ലാ ആളുകൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ 2000 രൂപയാണ് മാസം പെൻഷനായിട്ട് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരുമാനം കണക്കാക്കുന്നത് വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെയാകണം. 2020 ഡിസംബർ 30 മുമ്പ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂൺ 30 മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. അത് നൽകിയിട്ടില്ല എങ്കിൽ തുടർന്നങ്ങോട്ട് പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾ വിവാഹിതയല്ല, പുനർവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതിനും ജൂൺ 30 സമയം നൽകിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അപേക്ഷ നൽകിയാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണ് പെൻഷൻ അനുവദിക്കുന്നത്. അതിനുശേഷം എല്ലാ മാസവും 2000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ കയ്യിലേക്കോ ലഭിക്കും. അപേക്ഷ നൽകുന്നതിന് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഒരു ഫോട്ടോ, ജനനം തീയതി തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ്, അത് ജനന സർട്ടിഫിക്കറ്റോ SSLC ബുക്കോ ഡ്രൈവിംഗ് ലൈസൻസൊന്നും ഇല്ല എങ്കിൽ ജനനം സംബന്ധിച്ച് ഡോക്ടർ നൽകുന്ന സത്യവാങ്മൂലം മതിയാകും. ഇത് പ്രകാരമാണ് അക്ഷയ മുഖാന്തരം അപേക്ഷ നൽകേണ്ടത്. പെൻഷൻ അനുവദിച്ച് കിട്ടിയാൽ എല്ലാ വർഷവും ആധാർ അടിസ്ഥാനത്തിലുള്ള മസ്റ്ററിംഗ് ഉണ്ടാകും. 2 രീതിയിലാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. കയ്യിൽ 25 ലക്ഷത്തോളം ആളുകൾക്കും 24.46 ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുമാണ് തുക എത്തുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ക്ഷേമ ബോർഡ് പെൻഷനാണ്. അതെല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ 64 ലക്ഷത്തോളം പേർക്കാണ് തുക പെൻഷനായിട്ട് ക്ഷേമനിധി ബോർഡ് പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇവയെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.